തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ പൊതു സ്വഭാവം, ഈ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ കുലീനമായിട്ടുള്ള പെരുമാറ്റം, അടക്കും ചിട്ടയുമുള്ള ജീവിത രീതി, വൃത്തിയും അതുപോലെ തന്നെ താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വൃത്തിയുമ്പോൾ അടക്കും ചിട്ടയോടുകൂടിയൊക്കെ ജീവിക്കാനുള്ള കഴിവുള്ള ആളുകളായിരിക്കും. പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സ്വഭാവമൊക്കെ ഇവർക്കുണ്ടാകും. അന്യർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ഒട്ടും മടിക്കുകയില്ല. അന്യർക്ക് ഉപകാരം ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. സത്യസന്ധത വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കാണിക്കുന്നവരായിരിക്കും. അമിത ചെലവ് മൂലം പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് ധാരാളമായിട്ട് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ എന്നും ഒരു താഴ്ചയും കയറ്റവും ഇറക്കവും തന്നെയായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില യാദർശിക സംഭവങ്ങളായിരിക്കും ജീവിതത്തിലെ ഉയർച്ചയ്ക്കൊക്കെ ഇവർക്ക് കാരണമാകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരിതിനെയൊക്കെ പ്രതിബന്ധമായിട്ട് കരുതി വെല്ലുവിളിച്ച് ഇവർ മുന്നോട്ട് പോകാറുണ്ട്. ജീവിതത്തിലെ ഭീമമായിട്ടുള്ള പല പരാജയങ്ങളും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ പാണ്ഡിത്യം, ദാനശീലം, പരോപകാരം ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിട്ടം നക്ഷത്രത്തിലുള്ളവർ പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ ലഭിക്കുന്ന ആളുകളാണ്. പൊതുവെ പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും അധ്വാന സന്നദ്ധത, അതായത് കൂടുതൽ കഠിന പരിശ്രമം ചെയ്യാനും ഒക്കെ കഴിവും താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. കാര്യങ്ങൾ അന്യരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അസാധാരണമായൊരു കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു പിടിപ്പിക്കാം. അധ്വാനശീലവും സ്വയാശ്രയ ബുദ്ധിയൊക്കെ കൂടുതലുള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാർ. ശത്രുക്കളോട് ക്ഷമിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശത്രുക്കളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഇവർ പൊറുക്കാറില്ല. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറവ് കാണിക്കുന്ന ആളുകളാണ്. ധനമോഹം ധാരാളം ഉണ്ട് ഇവർക്ക്. നല്ലോണം പണം വേണം, പണം എങ്ങനെയും നേടണമെന്നൊരു മോഹമുണ്ട് ഇവർക്ക്. മാനുഷിക ബന്ധത്തേക്കാൾ പണത്തിന് മുൻഗണന ലഭിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന അവിട്ട നക്ഷത്രക്കാർ. അങ്ങനെയുള്ളൊരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. വിവാഹത്തിന് സാധാരണ കാലതാമസം വരുന്ന നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം എന്ന് പറയുന്നത്. സ്ത്രീകളായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ഭക്ഷണ സുഖമുള്ളവരും പുതിയ വസ്ത്രം പലവിധത്തിൽ പല ദാനം ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഗുരുഭക്തിയും ഏറ്റവും ഗുണവതിയുമായിട്ടുള്ളൊരു സ്ത്രീയായിരിക്കും അവിട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. ചതയം നക്ഷത്രം. ഈ ചതയ നക്ഷത്രക്കാർ, കുംഭം രാശിയിൽപ്പെട്ട ചതയ നക്ഷത്രക്കാർക്ക് അവരെന്ന് പറയുമ്പോൾ പൊതുവെ സൗമ്യതയും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താല്പര്യവും ത്യാഗശീലവും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ത്യാഗം ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇവരുടെ പൊതു സ്വഭാവങ്ങളാണിത്. ആരോഗ്യം പൊതുവെ ഇവർക്ക് മെച്ചമായിരിക്കും. ഒരു മധ്യപ്രായം കഴിയുമ്പോഴാണ് ഇവർക്ക് വാദസംബന്ധമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ ധാരാളം വരാറുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഇവർ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പൊതുവെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇവർ പ്രവൃത്തിയിൽ ഏർപ്പെടാറുണ്ട്. വിരോധികളായ ആളുകളെ മിത്രങ്ങളാക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും. ജീവിതത്തിൽ സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. സ്വജനങ്ങളിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഇവർക്ക് കിട്ടാറില്ല. ഇവർ കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന ആളുകളായിരിക്കും. വിവാഹം കാലതാമസം വരാറുണ്ട്. ചിലവർക്ക് വിവാഹ ജീവിതം പരാജയമാകാനും സാധ്യതയുണ്ട് ഈ ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. അസ്വസ്ഥമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് ഇവർക്ക് പൊതുവെ കിട്ടാറ്. വേർപെട്ടിട്ടുള്ള ജീവിതമോ അല്ലെങ്കിൽ വിരഹമോ ഒക്കെ സംഭവിക്കുന്ന ഒരു ജാതകക്കാരനാണ് ഈ ചതയ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. സ്ത്രീകളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ അസ്വസ്ഥമാണ്. ഒന്നുകിൽ ഭർത്താവുമായിട്ട് സുഖപ്രദമല്ലാത്തൊരു ജീവിതം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ഭർത്താവിൻ്റെ വേർപാട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ ചിന്തിക്കാത്ത സമയത്ത് വൈദവ്യമൊക്കെ ഇവർക്ക് ഉണ്ടാകാം. ഒന്നിച്ചു കഴിഞ്ഞാൽ പല പൊരുത്തക്കുറവുകളും പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ എങ്കിലും ഒരുമിച്ച് കഴിയാനുള്ള യോഗം ഇവർക്ക് കുറവാണ്. ചില കാരണങ്ങൾ കൊണ്ട് വിട്ടുമാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് ഈ ചതയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്.